ഇതാണ് ചെട്ടിപ്പടി അങ്ങാടിയുടെ വർഷങ്ങളായുള്ള അവസ്ഥ. മിനിറ്റുകൾ ഇടവിട്ട് അടക്കുന്ന റെയിൽവേ ഗേറ്റും അത് കാരണം ഇരുവശങ്ങളിലുമായി കാണുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയും അത് ചെട്ടിപ്പടി അങ്ങാടിയിലുണ്ടാക്കുന്ന ട്രാഫിക് ബ്ലോക്കും ഇതൊരു സ്ഥിരം കാഴ്ചയാണിവിടെ. വാഹനങ്ങളുടെ ഈ നീണ്ട നിര പരപ്പനങ്ങാടി കടലുണ്ടി റോഡിലെത്തി അവിടെ ഉണ്ടാക്കുന്ന ട്രാഫിക് ബ്ലോക്ക്, അതിലൂടെയുള്ള യാത്രാ പ്രയാസങ്ങൾ പലപ്പോഴും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഇതിൽ നിന്നും ഒരു മോക്ഷം ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും പോകുന്ന യാത്രക്കാർ, അവരുടെ പ്രയാസങ്ങളുടെ നേർക്കാഴ്ചയാണിത്. മലപ്പുറം ജില്ലയുടെ തീരദേശത്തിനെയും പരപ്പനങ്ങാടി കടലുണ്ടി റോഡിനെയും ചേളാരിയിലെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ചെട്ടിപ്പടി ചേളാരി റോഡ്. ഈ റോഡിൽ ചെട്ടിപ്പടിയിലുള്ള റെയിൽവേ ഗേറ്റ് എന്നും റോഡ് യാത്രക്കാർക്ക് പ്രയാസം നൽകുന്നതായിരുന്നു. തീരദേശത്തിനെ കോഴിക്കോടുമായും യൂണിവേഴ്സിറ്റിയുമായും എയർപോർട്ടുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായിട്ട് പോലും ഇവിടുത്തെ റെയിൽവേ ഗേറ്റിന് പകരം പാലം നിർമ്മിക്കുന്നതിനുള്ള ആവശ്യം പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പാലത്തിന് വേണ്ടിയുള്ള ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ആയിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്നിട്ടും സ്ഥലമേറ്റെടുപ്പും മറ്റ് പ്രശ്നങ്ങളുമായി നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് വീണ്ടും വൈകിയിരുന്നു. പാത ഇരട്ടിപ്പിച്ചതും റെയിൽവേ പാത വൈദ്യുതീകരിച്ചതും ട്രെയിനുകളുടെ എണ്ണവും വേഗതയും വർദ്ധിപ്പിച്ചതും ഫലത്തിൽ റെയിൽവേ ഗേറ്റ് മണിക്കൂറുകൾ അടച്ചിടുന്നതിന് കാരണമായി. കൂടാതെ ചെട്ടിപ്പടി ടൗണിൻ്റെ പ്രധാന ഭാഗത്തുകൂടി കടന്നുപോകുന്ന റോഡിന് പകരമായി നഗരമധ്യത്തിലൂടെ പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രയാസവും പാല നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമായിരുന്നു. നിലവിൽ ഇവിടെ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പൈലിങ്ങും പില്ലറുകളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. ഇരുഭാഗത്തും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. നിലവിലെ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് വടക്ക് ഭാഗത്തു കൂടിയാണ് പാലം കടന്നു പോകുന്നത്. ചെട്ടിപ്പടി അങ്ങാടിയിലെ ജംഗ്ഷനിൽ തന്നെയാണ് പടിഞ്ഞാറ് ഭാഗത്ത് പാലം വന്ന് ചേരുന്നത്. തുടർച്ചയായി ചെറിയ ഇടവേളകളിൽ റെയിൽവേ ഗേറ്റ് മണിക്കൂറുകളോളം അടച്ചിടുന്നത് ചെട്ടിപ്പടിയിലെ റോഡ് ഗതാഗതത്തിൽ വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ചെട്ടിപ്പടിയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ കരുതുന്നത്. കൂടാതെ ദേശീയപാത 66 വളരെ പെട്ടെന്ന് എത്തിച്ചേരാനും സാധിക്കും. ചെട്ടിപ്പടിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ഈ പാലം. പാലത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ചമ്രവട്ടം പാലം വഴി കടന്നുവരുന്ന വലിയ ദീർഘദൂര വാഹനങ്ങൾക്ക് ദേശീയപാത 66 എത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ പാത. കേരളത്തിൻ്റെ തീരദേശത്തു കൂടി വിഭാവനം ചെയ്യുന്ന തീരദേശ ഹൈവേ നിലവിൽ വരുമ്പോൾ ദേശീയപാത 66നെയും തീരദേശ ഹൈവേയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗമായിരിക്കും ഈ റോഡ്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ ചെട്ടിപ്പടിയിൽ റെയിൽവേ ഗേറ്റിന് പകരമായി ഒരു മേൽപ്പാലം അത്യാവശ്യമായിരുന്നു. പാലത്തിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.